ആ കേരളത്ത് അത് കേറുന്നേ. ആ മതി മതി മതി. ആ ഇനി വണ്ടി വിട്ട് പോണം. എന്ത് മര്യാദയാണിത്? ഇത് പ്രൈവറ്റ് വാഹനമല്ലേ? പ്രൈവറ്റ് ബസ്സുകാർ നോട്ടീസില്ലാതെ പണിമുടക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കോളേജിൽ പോണ്ടേ? അവരെ നിങ്ങൾ തല്ലിയിട്ടല്ലേ അവര് പണിമുടക്കിയത്? ഞങ്ങളെ തല്ലിയ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? തൊഴണോ? ഒന്ന് മിണ്ടാതെ വണ്ടി വിട്ട് പോടോ. അവന്റെ ഒരു ജാട കണ്ടില്ലേ? ആ വരെ, നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അതിലാരെങ്കിലും കഴിക്കാൻ നോക്കാം. ആ പെണ്ണുങ്ങൾ വാ, ഒന്ന് മാറി നിൽക്കണം മിസ്റ്റർ. കേറിക്കോളൂ. കേറിക്കോ. ആ ഇനി വണ്ടി വിട്ട് പോണം. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ പറയൂ. എവിടെ പോകാനാ? ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന്. ഛേ നാശമായല്ലോ. ആ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിക്കേ പ്ലീസ്. ആ കയറി പോയട്ടെ, വിട്ടു പോണം. എടാ ദേ അഞ്ചാത്തഞ്ചൊരു കാർ വരുന്നുണ്ട്. അതിനെന്താ? തടഞ്ഞു നിർത്തി അതിലും ആളെ കയറ്റണം. അളിയാ അവള് റിട്ടയർഡ് ചെയ്ത മകളാ. ഏത് തമ്പുരാന്റെ മകളാരെന്താ? അവള് നമ്മളോടല്ലേ പഠിക്കുന്നത്? എന്താ? പ്രൈവറ്റ് ബസ്സുകാർ പണിമുടക്കി. കുറച്ചുപേരെ കാറിലൊന്ന് കൊണ്ടുപോകണം. അതിനിത് ടാക്സി കാറൊന്നുമല്ല, റോഡിന് മാറി നിൽക്കണം. ഓഹോ, കമോൺ ഗേൾസ്. ചുമ്മാ പോയി കേറുവങ്ങളെ. അവൾ എന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. കണ്ടതാണല്ലേ കാറിന്റെ കീ. ആ അടുത്ത ബാച്ച് റെഡി ആയിരുന്നു. ഇവരെ വിട്ടിട്ട് പോരാ. തമ്പി അദ്ദേഹത്തിന്റെ മോളല്ലേ? അതെ, എന്റെ കാറ് റൗഡി എടുത്തോണ്ട് പോയി. അതേത് റൗഡിയടാ? എന്നോടൊന്നിച്ച് പഠിക്കുന്നവനാ. എന്നിട്ട് അവനെ കുഞ്ഞറിയില്ലേ? അറിയും, പക്ഷെ ഒരു ധിക്കാരിയാ. അങ്ങനെ ഒരു ധിക്കാരി ഉണ്ടോ? ആ അതാ വരുന്നുണ്ട്. വണ്ടി റെഡി. അടുത്ത ട്രിപ്പ് കയറട്ടെ. നോക്കി പാട്ടി. മാറരുത് പണികളെ. എന്റെ അച്ഛനാണോ ഇത്? സുരേഷിന്റെ ഫാദറോ? അതെടാ എന്റെ ഫാദറാ. അച്ഛാ, അച്ഛനൊന്നും പറ്റിയോ? ഞാൻ പഴയ ആളാ. നിനക്ക് വല്ലതും പറ്റിയോടാ മോനെ? അടിമോളെ. കുട്ടൻ നായരോ? എന്താ? മാപ്പ് തരണം. എന്തിന്? ഇവിടുത്തെ കുഞ്ഞാണെന്ന് അവൻ അറിയില്ലായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സാരമില്ല, കോളേജ് ലൈഫ് അല്ലേ എന്ന് പറഞ്ഞാ പറ്റുമോ? കാർ എടുത്തത് പോട്ടെ, കുഞ്ഞിന്റെ കൈക്ക് കയറി പിടിച്ചതിന്റെ ഉദ്ദേശം? കീ ഇല്ലാതെ കാർ ഓടിക്കാൻ നോക്കോ? മിണ്ടാതെ നിൽക്കാതെ. കുഞ്ഞു പോകരുത്. മാപ്പ് ചോദിക്ക. മാപ്പോ? ആരോട്? ആരോടെന്നോ? കുഞ്ഞിനോട്. അത് ന്യായം. മാപ്പ് എനിക്ക് പറ്റില്ല. എന്ത് പറഞ്ഞ? അടിക്കാൻ വരട്ടെ. മാപ്പ് പറയണോ മോളെ? പറയണം. പറയടാ. ഞാൻ പറയില്ല.
നീ പറയില്ലല്ലടാ. പറയടാ. പറയടാ. നീ പറയില്ലല്ലേ? പറയടാ. പറയടാ. അടിച്ചു കൊന്നോളൂ, എന്നാൽ ഞാൻ എന്റെ ക്ലാസ്മേറ്റിനോട് മാപ്പ് പറയില്ല. നാളെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. വേണമെങ്കിൽ ഇദ്ദേഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കാം. വേണ്ട, ഇനിയിപ്പോൾ ആരോടും മാപ്പി ചോദിക്കണ്ട. സുരേഷ് പറഞ്ഞ കാര്യമാണ്. മോള് പൊയ്ക്കൊള്ളൂ. പൊയ്ക്കൊള്ളൂ. അച്ഛാ, ഇനി നമുക്ക് പൊയ്ക്കൂടെ? വേണ്ട, നിന്റെ കൂടെ ഞാൻ വരുന്നില്ല. നീ വയ്ക്കോ, ഞാൻ എപ്പോഴെങ്കിലും വന്നോളാം. പയ്യൻ ഒരു എല്ലു കൂടുതലാ അല്ലേ കുട്ടൻ നായരെ? ഒന്നല്ല, ഒരുപാട് കൂടുതലാ. കണ്ടില്ലേ? കുട്ടനായർ ഈ നാട്ടിൽ വന്നിട്ട് 1 വർഷമായില്ലേ? എന്നിട്ടും ഇങ്ങനൊരു മകളുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ആകെ ഉള്ള ഒരു ആന്തരിയാ, ബാക്കി 4 പെണ്ണാ. മഹാവികൃതിയാ. അമ്മയൊന്നും അവൻ അനുസരിക്കത്തില്ല. അതുകൊണ്ട് സ്ഥലം മാറി പോകുന്നിടത്ത് കൊണ്ടു നടന്ന് പഠിപ്പിക്കുകയാണേ. ഈ നാട്ടിൽ വെച്ച് BA ഒന്ന് പാസ്സാക്കി എടുത്താൽ കൊള്ളാവുന്നുണ്ട്. എന്താ ഇന്നും വഴക്കിന് വേണ്ടി ഇറങ്ങിയിരിക്കാണോ? ആണെങ്കിൽ ഈ പല്ലുകൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്താ, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ പല്ല്? ഇങ്ങനെ കാറോടിച്ചാൽ വായി പല്ല് കാണില്ല. അത്രയ്ക്ക് ധൈര്യമോ? ഒന്ന് പോടി അലവിലാതി. റിട്ടയർഡ് അജിയുടെ മകളാണെന്ന് തണ്ടായിരിക്കും. ചിരിക്കുന്നോ? സുരേഷിന്റെ ഈ ധിക്കാരം എനിക്കിഷ്ടമാണ്. എന്തോ പൗരുഷം വില കൊടുത്താ കിട്ടില്ല. ഒരു കടലാസിൽ അതിങ്ങ് എഴുതി തരാമോ? സുരേഷ് വീട്ടിൽ വന്നപ്പോ എന്നോട് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഈ മുഖത്ത് ഞാൻ പിന്നെ നോക്കില്ലായിരുന്നു. ഈ കവിളുകളിൽ എത്ര അടി കൊണ്ടു, എന്നിട്ടും മാപ്പ് പറഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണം? ഇപ്പോഴൊന്നും വേണ്ട. ഐ ലൈക്ക് യു. എന്താ, വല്ലതും കേൾക്കുന്നുണ്ടോ? എന്തായാലും വല്ലാത്തൊരു ഇരമ്പൽ. അതെ, എന്റെ വയറ്റിലല്ല, ആകാശത്താ. ആകാശത്തോ? ലുക്കം. ആ, ഒരു കാര്യം മറന്നു. മോനേട്ടൻ നിന്ന് അമേരിക്കയിൽ വരുന്നുണ്ട്. ആ പ്ലെയിനാവും. അതാരാ മോഹനേട്ടൻ? ഡോക്ടർ മോഹൻകുമാർ, എന്റെ കസിൻ. കസിൻ എന്ന് പറഞ്ഞാൽ? അച്ഛന്റെ സഹോദരിയുടെ മകൻ. ആന്റി ഡോക്ടറാണ്, ഡോക്ടർ സുഭദ്ര തങ്കച്ചി. ആന്റിക്ക് സ്വന്തമായൊരു ഹോസ്പിറ്റലുണ്ട്, വിമല ഹോസ്പിറ്റൽ. ആന്റി ഇപ്പൊ മകനെയും കാത്ത് എയർപോർട്ടിലുണ്ടാവും. ആ, എന്താ രാമനാരെ, നമ്മുടെ തോട്ടമൊക്കെ എങ്ങനെയുണ്ട്? പഴയതുപോലെയൊക്കെ തന്നെ ഉണ്ട്. ഗുഡ്. ആ പെട്ടിയൊക്കെ അകത്തേക്ക് എടുത്തേക്കോ. ആ, നാരായണിയമ്മൻ പഴയ പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ഒരു വർഷത്തിനകം എന്ത് മാറ്റം വരാനാ? ആ, നീ പോയി കുളിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ, നമുക്ക് വല്ലതും കഴിക്കാം. എല്ലാം പഴയ വിഭവങ്ങൾ തന്നെയാണല്ലോ അമ്മേ. എന്നാൽ നിനക്ക് ബ്രെഡും ഹാമും കോൺഫ്ലെക്സും തരട്ടെ? അതും ഞാൻ കരുതിയിട്ടുണ്ട്. അയ്യോ അമ്മേ, അതെല്ലാം കഴിച്ചു മടുത്തിട്ടില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരത്തിന്റെ രുചി ഞാൻ മറക്കുവോ? മണിയടിക്കണ്ട, വയറ് നിറച്ചും വല്ലതും കഴിക്ക്. നീ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടോ മോനെ? അവിടുത്തെ ആഹാരം ഒന്നും പിടിക്കുന്നില്ലേ? ഓ, ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. അതെ, അമ്മയുടെ ഹോസ്പിറ്റലൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അതും പഴയ പോലെ തന്നെ ആയിരിക്കും അല്ലേ? പോടാണെന്ന്. നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാം പുത്തനായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചേക്കാം. അതുപോലെ
അമ്മേ കാപ്പി കുടിച്ചിട്ട് നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോണം. ഓ യെസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബ്യൂട്ടിഫുൾ. യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. അടുത്ത വർഷം ആ എക്സ്റ്റൻഷൻ കൂടി പണിയണം മോനെ. അതൊക്കെ ഇനി എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് മതി. അമ്മ ഈ അലച്ചിലൊക്കെ ഒന്ന് നിർത്ത്. ഓ അതൊന്നും സാരല്ല. നീ മടങ്ങി വരുമ്പോൾ ദിസ് വിൽ ബി എ പക്ക ഹോസ്പിറ്റൽ. വാ ഓഫീസിലേക്ക് പോ. വല്ല നിനക്കെന്താണ് തിരിച്ചു കൊടുക്കണല്ലേ? എന്താണ് ബാബു, എന്ത് പറ്റി? ആ ബീന ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും കിളിയും കൂടെ എവനെടുത്ത് തലക്ക് കളഞ്ഞു. എന്താ കാര്യം? പഴയ വൈരാഗ്യം തന്നെ. ബസ്സിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി. അവർ ബസ് നിർത്തി ഇവനെ താഴെ ഇറക്കിയിട്ട് തല്ലി. എന്നിട്ട് ബസ് ഇങ്ങോട്ട് പോയി. ബസ് കടവിലേക്ക് പോയി. പിടിക്കണം ബസ്സോ. ബാബുവിനെ ആരാണ് തല്ലിയത്? എന്താ ബാക്കി നിനക്കും വേണോ? വേണ്ട, അത് മടക്കി തരാനാണ് ഞാൻ വന്നത്.